നമ്മളിന്ന് വർക്ക് ടൈം അതായത് സമയം പ്രവൃത്തിയും പറയുന്ന ഭാഗത്ത് നിന്ന് പി എസ് സിക്കും വേറെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാറുള്ള ഒരു പോർഷൻ ആണല്ലോ വർക്ക് ടൈം എന്ന് പറയുന്നത്. അതിന് അടുത്ത രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കുക, എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാറ് എന്നുള്ളത് വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോസിലെ ആദ്യത്തെ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞതാണ്. ഈ പ്രാവശ്യം ടൈപ്പ് 3യും 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈപ്പ് 3യിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വൈക്ക് എക്സിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. വൈക്ക് ഒരു ജോലി 15 അവർക്ക് ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ വേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എക്സും വൈയുമാണ് അറ്റ് പ്രസന്റ് നമ്മളെ വ്യക്തികൾ, ഈ പണിയെടുക്കുന്ന ആൾക്കാർ. അപ്പം വൈക്ക് എക്സിനേക്കാൾ ഇരട്ടി വേഗത്തിൽ എന്തായാലും ചെയ്യാൻ കഴിയും. അപ്പം വൈക്ക് ഒരു ജോലി 15 ദിവസം, ഇതിന് 15 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വൈക്ക് എക്സിനേക്കാൾ ഇരട്ടി വേഗമാണ്. അപ്പം എന്തായിരിക്കും എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡബിൾ ആയിരിക്കും, 30 ദിവസം കൊണ്ടായിരിക്കും ചെയ്യാൻ കഴിയുക. അപ്പം അവർക്ക് ഒരുമിച്ച് ഈ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത് എത്ര ദിവസമാണെന്നാണ്. അപ്പം വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റത്തെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും പറഞ്ഞിട്ടുണ്ട്. വർക്ക് കാണാൻ, വർക്ക് അല്ലെങ്കിൽ അയാളുടെ ജോലി അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി കാണാൻ എന്ത് ചെയ്യേണ്ടി വരും, LCM കാണാം. അപ്പം ആദ്യം തന്നെ ഈ 30ന്റെയും 15ലുള്ള LCM അതിനെന്ത് ചെയ്യുക, ഇതിൽ ഏറ്റവും വലിയ നമ്പർ 30ആണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്തായാലും എന്താണ് ഈ 30 ഫുള്ളി ഡിവിസിബിൾ ആണ്, അതായത് ഹരിച്ചു കവിഞ്ഞു കഴിഞ്ഞാൽ ശിഷ്ടം 0ആണ്. അതുകൊണ്ട് എന്താണ് ഇൻറ്റു 1. ഈ 15 ഹരിച്ചു കഴിഞ്ഞാൽ അതായത് എന്ത് 2 കിട്ടും, ഫുള്ളി ഡിവിസിബിൾ ആണ്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് നമ്മളിപ്പോൾ മാറ്റി വെക്കുക. കാരണം എന്താണ്, ഇതിലുള്ള എഫിഷ്യൻസി, അതായത് ഈ രണ്ടാൾക്കാരുടെയും ഓരോരുത്തരുടെയും എഫിഷ്യൻസി അല്ലെങ്കിൽ കഴിവ് എന്ന് പറയുന്നത് എക്സിന്റെ കഴിവ് 1ആണ്, വൈന്റെ കഴിവ് 2ആണ്. അപ്പം എഫിഷ്യൻസി ഓഫ് എക്സ് ആൻഡ് വൈ, എക്സിന്റെയും വൈന്റെയും കഴിവ് എന്ന് പറയുന്നത് എന്താണ്, 1 + 2 = 3, 3ആണ്. അപ്പം ഓൾറെഡി നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുമ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കാണാം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടാലേ അടുത്തത് മനസ്സിലാവുള്ളൂ. സോ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ബൈ ടൈം. പ്രവൃത്തി, ഒരാളുടെ ജോലി എന്ന് പറയുന്നത് അയാളുടെ കഴിവ് ഡിവൈഡ് ബൈ സമയമാണ്. ആ കഴിവിനെ സമയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. അപ്പം ഈ എക്സിന്റെയും വൈന്റെയും പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 30ആണ്. ഈ 30ഉം ഈ രണ്ടുപേരുടെയും എഫിഷ്യൻസി, ഈ രണ്ടുപേരുടെയും കഴിവ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 3ഉമാണ്. അപ്പം എക്സും വൈയും കൂടി ജോലി ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവര് ചെയ്തു തീർക്കാനുള്ള ദിവസം കാണാൻ ഡേയ്സ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, വർക്ക് ബൈ എഫിഷ്യൻസി ആയിരിക്കും. വർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ LCM എത്രയാണ്, 30 ഡിവൈഡ് ബൈ എഫിഷ്യൻസി 1 + 2, ഈ 1ഉം ഈ 2ഉം കൂട്ടിയപ്പോൾ കിട്ടിയ എത്രയാണ്, 10 ദിവസം കൊണ്ടായിരിക്കും ഈ രണ്ടുപേരും കൂടി പണി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പണി തീർക്കാൻ വേണ്ടി വരിക. സോ ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എന്താണ്, എയും ബിയും ഉണ്ട്. ഈ എയും ബിയും ജോലി ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അതായത് എക്ക് 6 ദിവസം കൊണ്ട് ചെയ്യാം, എന്നാൽ ബിക്ക് എന്താണ് ഇതിന്റെ ഇരട്ടി ദിവസം വേണം, അല്ലെങ്കിൽ എ ബിയേക്കാൾ ഇരട്ടി വേഗത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 6 × 2 ഇവിടെ 12 ദിവസം ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ LCM ഈ രണ്ടുപേരുടെയും എന്ത് കാണണം, ഇനി ലെസ്സാകൂ, അതായത് വർക്ക്, ഈ രണ്ടുപേരും കൂടി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് നമ്മൾ കാണണം. അപ്പം 6ഉം 12ലും മാക്സിമം 12, ഇതിൽ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 കിട്ടും, ഇത് 1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 കിട്ടും. അപ്പം എയും ബിയും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12/3 അല്ലെ, 3അല്ല 2 + 1 ആണ് എന്ത് കഴിവ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് 4 ദിവസം കൊണ്ട് ഈ ഒരു പണി ഇവര്
ചെയ്തു തീർക്കും. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചെയ്യുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ടൈപ്പ് എത്രയാണ്? നേരത്തെ വീഡിയോയിൽ 2 ടൈപ്പ് കഴിഞ്ഞു. ടൈപ്പ് 4 ഇതാണ്. എന്താണ്? എ ബി എന്നിവർക്ക് ഒരുമിച്ച് ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. എക്ക് അതേ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബിക്ക് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? അതായത് എയും ഉണ്ട് ബിയും ഉണ്ട്. ഈ എയും ബിയും കൂടി ഒരുമിച്ച് ജോലി എടുത്തു കഴിഞ്ഞാൽ 6 ദിവസം കൊണ്ട് തീരും അല്ലേ? 6 ദിവസം കൊണ്ട് തീരും. അതല്ലേ ക്വസ്റ്റ്യൻ അല്ലേ? 6 ദിവസം കൊണ്ട് തീരും. പിന്നെന്താണ്? എ പ്ലസ് ബി. എക്ക് അതേ ജോലി എ ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബിക്ക് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്ത് ശരിക്കും എന്ത് കാണാം? ഇങ്ങനെ വർക്ക് ടൈം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രവൃത്തിയും സമയമൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക? എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? LCM കാണാം. അപ്പോൾ ഈ 6ലും മറ്റിലും മാക്സിമം 8 6ൽ ഫുള്ളി ഡിവിസിബിൾ അല്ലാതെ കൊണ്ട് ഇതിന്റെ ഡബിൾ എടുക്കുന്നു, 16 എടുക്കുന്നു. 16 6ൽ ഫുള്ളി ഡിവിസിബിൾ അല്ല. അത് കഴിഞ്ഞ് 24 എടുക്കുന്നു. 24 എന്താണ്? ഫുള്ളി ഡിവിസിബിൾ ആണ് അല്ലേ? ഇപ്പൊ 3 × 8 അല്ലേ 24. അതേപോലെ 6 4 24. അപ്പം എന്താണ്? LCM കിട്ടിയത് 24 24 ആണ്. അതായത് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? 24 ഇനി നോക്കേണ്ടത് ബിക്ക് എത്ര ദിവസം വേണ്ടി വരുന്നതാണ്. അപ്പൊ എയും ബിയും കൂടി ഈ ജോലി ചെയ്യാണ് എന്നുണ്ടെങ്കിൽ 4 ദിവസം കൊണ്ട്, അതായത് ഇതിലെ എഫിഷ്യൻസി പറയുന്നത് 4, കഴിവ് എന്ന് പറയുന്നത് 4. എന്റെ കഴിവ് എന്ന് പറയുന്നത് 3 ആണെന്നുള്ളത് കിട്ടിക്കണം. അപ്പൊ ബി ഒറ്റക്കാണെന്നുള്ളത് എങ്ങനെ കാണും? ബി ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഈ എ പ്ലസ് ബി ഇക്വേഷൻ നമ്പർ 1 ഇതിനെ 2 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് 1. അപ്പം ബിക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയുന്നുള്ളതാണ്. ബിക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയും? 24/1 24 ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്ത് തീർക്കുന്നത്, ബി ചെയ്ത് തീർക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, എക്ക് ഒരു ജോലി എന്താണ്? ഒറ്റയ്ക്ക് 12 മണിക്കൂർ കൊണ്ട് ഒരു പണി ഫുള്ളാക്കി തീർത്ത് കഴിയും. എന്നാൽ ഈ എയും ബിയും കൂടി എന്ത് ചെയ്യും? ഒരു എയും വേറൊരു ആളും കൂടി 8 മണിക്കൂർ കൊണ്ട് ഈ പണി ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ ബി ഈ ഒരു ജോലി എത്ര മണിക്കൂർ കൊണ്ട്, എത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കും? അപ്പൊ ആദ്യം തന്നെ എന്താ പറഞ്ഞേ? ഇതിന്റെ LCM കാണാം. മാക്സിമം എടുക്കുക. മാക്സിമം എടുക്കുമ്പോൾ 12 ഇതിൽ ഫുള്ളി ഡിവിസിബിൾ ആണ്. 8ൽ ഫുള്ളി ഡിവിസിബിൾ അല്ല. അടുത്ത 12 അടുത്ത മൾട്ടിപ്പിൾ 24 എടുക്കും. 12ൽ ഫുള്ളി ഡിവിസിബിൾ ആണ്. 8ൽ ഫുള്ളി ഡിവിസിബിൾ ആണ്. ഇൻഡ് 3 24 2 12 24. അപ്പൊ LCM എന്താണ്? 24. അപ്പൊ ഈ ഒരാളുടെ, അതായത് ഈ ഒരു ബിന്റെ എഫിഷ്യൻസി നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ എ പ്ലസ് ബിന്റെ എഫിഷ്യൻസി 3. എന്റെ എഫിഷ്യൻസി 2. ഇപ്പൊ ബിന്റെ എഫിഷ്യൻസി 1 അപ്പൊ ടൈം എന്ന് പറയുന്നത് 24/1. ഈ വീണ്ടും എന്താണ്? 24 ആണ് വരിക. അപ്പം എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ 24 അല്ല. ആഫ്റ്റർ ഓൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരിക്കും വരാം. സോ ബൈ.